പേട്ട സിനിമയിലെ വിശേഷങ്ങൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പിന്നെയും ആവർത്തിച്ചിട്ടുള്ള ഇത്തരം ചില സന്തോഷങ്ങളുണ്ടാവുന്നു. വേറെ ബഹളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഭാഷ അറിയാത്തടത്ത് പോയി നിൽക്കുന്നു. പിന്നെ കുറേ ദിവസം പോസ്റ്റാണ്, അതായത് ശരിക്കും പറഞ്ഞൊരു 10-15 ദിവസം കൊണ്ട് എന്നെ തീർത്ത് വിടാമെന്നുള്ളൂ. ഞങ്ങളെ എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഈ കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ അറബി കൊണ്ടുപോകുന്ന പോലെ, പഴയ കാലത്തൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ അടിമത്തം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ രജനി സാറെന്ന് പറയുന്നൊരു പേരിലാണ് മൊത്തം നിൽക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് അനാവശ്യമായിട്ട് നമ്മളിവിടെ കിടത്തിയേക്കുന്നല്ലോ. കാരണം നമുക്ക് ആ സമയത്ത് ഒരു 3-4 സിനിമകളാണ് ഇവിടെ നാട്ടിൽ പോകുന്നത്. അതിനിടയ്ക്കൊരു കാര്യം പറയാം, എല്ലാം പോസിറ്റീവായിരുന്നു. സാറിനെ കണ്ടു, സാറിനോട് സംസാരിച്ചു, ഫോട്ടോ എടുത്തു, ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ബന്ധങ്ങളുണ്ടായി, ഒരുപാട് കണക്ഷൻസായി, മാനേജേഴ്സുമായിട്ട് ബന്ധങ്ങളായി, ഇനി തുടർന്ന് തമിഴ് സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ എനിക്കൊരു മൊത്തം സിനിമാക്കാരോടൊരു വിയോജിപ്പ് തോന്നിയ ഒരു സിനിമയാണ്. അതായത് കോടികൾ മുടക്കിയാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്, അറിയാമല്ലോ. സൺ പിക്ചേഴ്സാണ്. ഡാർജിലിങ്ങിൽ ഈ കോളേജ് അത്യാവശ്യം ഭയങ്കര ഒരുപാട് സ്ഥലത്താണ്, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം ആ കോളേജിൻ്റെ ഉടമയ്ക്ക് ഉണ്ട്. അതേപോലെ ആ കെട്ടിടവും നല്ല പൈസ ഉള്ള ഒരാളുടെ തന്നെയാണ്. പക്ഷെ അതിലേക്ക് വരുന്ന വഴിയിൽ അപ്പുറത്തിപ്പുറത്തായിട്ട് ചേരിയാണ്. ആ ചേരിയിൽ ആളുകളെ കണ്ടുകൊണ്ടാണ് ഈ കൊട്ടാരത്തിലേക്ക് കയറുന്നത്. അത് ഇത് കെട്ടിയ ആളുകളായിക്കോട്ടെ, അവിടുത്തെ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഈ ഷൂട്ടിങ്ങിന് വന്നു പോകുന്ന ഈ കോടീശ്വരന്മാരാവട്ടെ, ഈ സൂപ്പർ സ്റ്റാറുകളാവട്ടെ, ആരും തന്നെ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് അന്ന് തോന്നി. നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല. ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുക്കാനോ അന്ന് സാധിക്കുകയുള്ളൂ, കൂടി വന്ന ഒരു വീട്. പക്ഷെ അതല്ല, ഉള്ളവർ എന്തുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ കണ്ണടച്ച് നടക്കുന്നത് എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു വിഷമവും അമർഷവും എന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടായി അങ്ങ് പോയി എന്നല്ലാതെ അത് എവിടെയും രേഖപ്പെടുത്താനോ അതിനൊരു മാറ്റം ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സാധ്യത വന്നാൽ എൻ്റെ മുമ്പിൽ ഉള്ള ഇത്തരം കാര്യങ്ങൾ, എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ മാറ്റണം. നമുക്ക് കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ കുറച്ച് പൈസ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു നിലപാട് പണ്ടുമുണ്ട്. കാരണം ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ആണ് വെള്ളപ്പൊക്കം നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് കാറുണ്ട്. അപ്പോൾ ഷാബു ചേട്ടനും ഞങ്ങളുടെ നാടകക്കാരുടെ ഒരു കൂട്ടായ്മ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഓരോ എന്താ പറയുക ക്യാമ്പുകളിൽ കൊണ്ട് എത്തിക്കുകയും അന്ന് ഗവൺമെൻറ്റിലേക്ക് എന്നെക്കൊണ്ടാവുന്ന പൈസ ഏകദേശം ഒരു 50,000 രൂപ അടുത്തോളം അന്ന് ഡൊണേഷൻ ചെയ്യുകയും, പിന്നെ ഈ പുതിയ കാറാണ്, പക്ഷേ ആ പുതിയ കാറാണോ പഴയ കാറാണോ ഇത് ചെയ്തത് വിളിച്ച് പറയുകയല്ല, ഇതും ഒരു ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഇതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നുമില്ല. ഈ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി നിറച്ചും സാധനങ്ങളായിട്ട് ഈ കോട്ടയം ഭാഗത്ത് വെള്ളപ്പൊക്കത്തിൽ ഇത്രയും വെള്ളം നിൽക്കുന്നിടത്തേക്ക് ഈ വണ്ടി ഓടിച്ച് ഞങ്ങളൊക്കെ പോയി ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മളെക്കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മളെക്കാളും ഇരട്ടിയുടെ ഇരട്ടി സാമ്പത്തികമുള്ള, ഒന്ന് നോക്കിയാൽ അവിടെ പൂങ്കാവനമാവുന്ന ആളുകളാണ് ഈ വന്നു പോകുന്നത്. അപ്പോൾ അവരെന്താണ് നോക്കാത്തത് എന്ന ഒരു ചോദ്യം, അന്ന് ചോദിച്ച ചോദ്യം ഇന്നും കിടക്കുന്നു. അവരെന്താണ് നോക്കാത്തത്? ഇന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ചേരികൾ അല്ലെങ്കിൽ ബാത്റൂമില്ലാത്ത വീടുകൾ, കരണ്ടില്ലാത്ത വീടുകൾ, വസ്ത്രമില്ലാത്ത കുട്ടികൾ, ഭക്ഷണമില്ലാത്ത കുട്ടികൾ, വിദ്യാഭ്യാസമില്ലാത്ത തലമുറ ഒക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. പൂർണ്ണമായും മാറി എന്ന് നമുക്ക് പറയാമെങ്കിലും മാറിയോ എനിക്കറിയില്ല. വലിയ എന്താ പറയുക, ഭയങ്കര വീക്ഷണമുള്ള ഒരാളോ അല്ലെങ്കിൽ ലോകം മുഴുവൻ കറങ്ങി മനസ്സിലാക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ
എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും ഇനിയും വരാനുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പേട്ട സിനിമയുടെ പാക്കപ്പ് എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. വലിയ കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. ആ കേക്ക് മുറിക്കാനായിട്ട് രജനി സാറ് ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് നാട്ടിൽ നിന്നൊരു കോള്, വ്യാസൻ ചേട്ടൻ്റെ. എടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്, നിനക്ക് പഞ്ചാബ് നാഷണൽ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയെന്ന്. അപ്പോൾ തന്നെ അത് അവിടെ അവരോടും അനൗൺസ് ചെയ്തു. ആ കേക്ക് മുറി അതിൻ്റെയും കൂടി ഒരു സന്തോഷമായി. കേക്ക് മുറിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. ഞാൻ ആഷിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അവൻ വന്നതിന് ശേഷം ആണ് ഈ പറഞ്ഞ കാറ് വാങ്ങുന്നത്. ഒരു കാറ് വാങ്ങണം എന്നുള്ള എല്ലാം പൈസ കയ്യിലുള്ളത് കൊണ്ട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ ഇല്ല. അതായത് എനിക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിക്കുക, ആവശ്യമുള്ള അപ്പം എന്താണോ വേണ്ടത് അത് വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇത്തിരി കൂടിയ വണ്ടി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു അറിവുള്ളത് കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നമുക്കിപ്പോൾ ആവശ്യമായ ഒരു കാറ്, ബ്രസ എന്ന് പറയുന്ന കാറ് വാങ്ങിയിട്ട് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പൂജിച്ച് ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങൾക്കും സാക്ഷിയായ എൻ്റെ മരം, ആ മരച്ചോട്ടിൽ കൊണ്ടുപോയി തമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഞാനും ചന്തു അപ്പോഴും ഉണ്ട്, കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ കാറായി, ബൈക്ക് കൊണ്ടുവന്നു, കാറ് കൊണ്ടുവന്നു, മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീട് വയ്ക്കണം, കല്യാണം, ഈ രണ്ട് വിഷയത്തിന് നിർബന്ധിതനായിക്കൊണ്ടിരിക്കുക. വീട് വയ്ക്കുകയെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് എന്തായാലും വീട് വയ്ക്കണം, പിന്നെ മദ്യപാനം നിർത്തണം. ഇത് രണ്ടും സെറ്റായതിന് ശേഷം മാത്രം കല്യാണം കഴിക്കാമെന്നുള്ളൊരു ആലോചനയുണ്ട്. പക്ഷേ കല്യാണം കഴിക്കാനുള്ളൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ തന്നെ, വേറെ ആരും നിർബന്ധിക്കാനില്ല. കാരണം 2 ചേട്ടന്മാർ ഇപ്പോഴും വിവാഹം ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് ആലോചനകളൊന്നും വരാത്തത് കൊണ്ട് വരുന്നതൊന്നും ശരിയാവുന്നുമില്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് പെണ്ണ് നോക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിവിടെ ഫ്ലാറ്റിലാണെങ്കിലും പിന്നെ വീട്ടിൽ പോയി ഒന്ന് കൂട്ടൊക്കെ കൂടി സെറ്റായി തുടങ്ങി. കല്യാണം എന്ന് പറയുന്നൊരു ആലോചനയിലേക്ക് വന്നു തുടങ്ങി. അല്ലെങ്കിൽ ചീത്തപ്പേര് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ സ്വയം തോന്നി തുടങ്ങി. ഇതിനിടയ്ക്ക് മണിച്ചേട്ടൻ്റെ ഈ മാർച്ച് 6-ാം തീയതി മണിച്ചേട്ടൻ്റെ അനുസ്മരണം, അതിന് ആദ്യം മുതൽ ഇപ്പോൾ ഒരു 2 കൊല്ലം എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. 1-2 കൊല്ലം മുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഞാൻ മുടക്കാത്ത ഒരു കാര്യമാണ്. കാരണം ആ ശില്പം ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അതിനുള്ളൊരു നിയോഗം എനിക്കാണ് കിട്ടിയത്. അപ്പോൾ രാമകൃഷ്ണൻ ചേട്ടനായിട്ട് വളരെയധികം സൗഹൃദം ഇപ്പോഴും ഉണ്ട്. എന്ത് കാര്യത്തിന് ഞാൻ വിളിച്ചാലും അദ്ദേഹം വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ അദ്ദേഹവും ഓടിയെത്തുന്ന ഒരു ബന്ധമുണ്ട്. എൻ്റെ പഴയ വീട്ടിൽ രാമകൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഈ കമ്മട്ടിപ്പാടം ശേഷം മണിച്ചേട്ടൻ്റെ ആദ്യത്തെ ഇതിന് ഈ ശില്പം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാനായിട്ട് എൻ്റെ പഴയ വീട്ടിൽ രാമകൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഈ മണിച്ചേട്ടൻ്റെ അനുസ്മരണത്തിന് പോയിട്ട് അവിടെ പോയ പാടിയുടെ അവിടുത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പാടിയിലെ അന്തേവാസികൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി കുറച്ച് മദ്യപാനമൊക്കെ ആയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു. അപ്പോൾ എന്താ പറയുക, കുറച്ച് ആളുകൾ പബ്ലിക്കായിട്ട് കാണുന്ന രീതിയിൽ കുറച്ച് അഭ്യാസങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് തൻവീർ, ആലപ്പുഴക്കാരനാണ് ഉള്ളത്. അപ്പോൾ മൂപ്പര് പിറ്റേ ദിവസം പറഞ്ഞു, മണിച്ചേട്ടാ ഇത്തിരി ഭയങ്കര ഓവറായിരുന്നു, ആൾക്കാരൊക്കെ കണ്ടു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മോശമാണ് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ മൂത്ത ചേട്ടൻ ഇടയ്ക്ക് വരും, ചേട്ടനുമായിട്ട് അടിക്കും. ചേട്ടനും ഈ പറഞ്ഞ അതേ ലെവലിലാണ് പോണത്. മദ്യപാനത്തിന് ഇത്തിരി പ്രശ്നക്കാരനാണ്. അടിച്ചു കഴിഞ്ഞാൽ പുള്ളിയും ഇതേ ഭ്രാന്തുള്ള ആളാണ്. അപ്പോൾ പുള്ളിയായിട്ടുള്ള ഇടിയും ബഹളവും, റോട്ടിൽ കിടന്നുള്ള ഇടിയും, ഫ്ലാറ്റിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഫ്ലാറ്റിലും ഇതൊക്കെ അറിയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഈ കള്ളുകുടി കൊണ്ട് സ്വയം, അതുവരെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് എനിക്ക് തന്നെ പാരയായി തുടങ്ങി. എനിക്ക് ഇത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റാതെ ആയി തുടങ്ങി. മറ്റത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ബോധം കെടുന്നു, ആരെങ്കിലും പോയി തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നു, പിറ്റേ ദിവസം
ഒന്നും അറിയാത്ത കുട്ടിയെപ്പോലെ എഴുന്നേൽക്കുന്നു, കുറ്റബോധത്തോടെ കരയുന്നു, കാലിൽ വീഴുന്നു, അവർ മാപ്പ് തരുന്നു, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. പക്ഷേ ഇത് അവനവൻ്റെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയപ്പോൾ അവനവൻ്റെ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഇങ്ങനെ മണ്ണ് പോകുന്ന പോലെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കിയപ്പോൾ സന്തോഷ് ചേട്ടനെ വിളിച്ചു. സന്തോഷ് കാർത്തികേയൻ. സന്തോഷ് ചേട്ടനാണ് എൻ്റെ ഒരു ഗുരുവാണ്. അഭയവരദൻ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ സന്തോഷ് ചേട്ടനാണ് എന്നെ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്നത്, എൻ്റെ ആദ്യത്തെ ഡയറക്ടർ. അങ്ങനെ ആ സന്തോഷ് ചേട്ടനെ ഞാൻ വിളിക്കുകയാണ് ഈ മാനസിക പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. വിളിച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പറയാം, എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണം. സന്തോഷ് ചേട്ടന് അത് അനുഭവമുണ്ട്. കാരണം കാർട്ട് എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിൻ്റെ ഒരു പരിപാടിക്ക് പോയി കയ്യിൽ നിന്ന് പോയിട്ട് കൂടെയുള്ള ഒരു മനു, അന്ന് എനിക്ക് വേണ്ടി വണ്ടി ഓടിക്കാൻ കുറേ ആളുകൾ എൻ്റെ കൂടെ വന്ന് നിന്നിട്ടുണ്ട്. അതിൽ മനു ഉണ്ടായിരുന്നു. മനുവിനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും, ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുഴയിലേക്ക് ചാടാൻ പോകും. അങ്ങനെ കോപ്രായം പെർഫോമൻസാണ് കള്ള് കുടിച്ച. എനിക്ക് മടുത്തു, ഈ സാധനം വെറുത്ത്, ഒരു സുഖവും ഇത് തരുന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയും നിർത്തണം ചേട്ടാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് കരയാണ് ഞാൻ. എന്നെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ തേവരയിലുള്ള ഒരു സാറിൻ്റെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത്, വയസ്സായൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ മാനസിക നില ചെക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ സന്തോഷ് ചേട്ടൻ്റെ റെഫറൻസിൽ തേവരയിലുള്ള ഈ സൈക്കാട്രിസ്റ്റിൻ്റെ വീട്ടിലാണത്. വീട്ടിൽ തന്നെ ഒരു മുറിയിലാണ് അദ്ദേഹം പേഷ്യൻസിനെ നോക്കുക. അവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഒന്നും കൂടി പുറകോട്ട് പോയിട്ട് വരാം. കാരണം ഇത് കഴിഞ്ഞാൽ മദ്യപാനത്തിൻ്റെ എപ്പിസോഡ് തീരുക. അപ്പം മദ്യപാനത്തിൻ്റെ ദോഷം ഉണ്ടായ ഒരു സ്ഥലവും കൂടിയുണ്ട്, അത് അടയാളപ്പെടുത്താതെ പറ്റില്ല. അത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തു. ആ സമയത്ത് ഞാൻ കാർബൺ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർബൺ സിനിമയിലേക്ക് വരുന്നത് രാജീവേട്ടനെ വേണുസാറ് വിളിച്ചു. അതായത് എന്നെ വേണുസാറ് പലതവണ ആയിട്ട്, രാജീവേട്ടൻ നമ്പർ കൊടുത്തിട്ട് വേണുസാറ് പലതവണയായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഉന്മത്തനായിട്ട് നടക്കുകയാണ്, ഇതറിയണ പോലുമില്ല. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് വേണുസാറ് രാജീവേട്ടനെ വിളിച്ച് പറഞ്ഞു, അയാൾ ഫോണൊന്നും എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ്. വേണുസാറിൻ്റെ അറിയാമല്ലോ, വേണുസാറിനെ അടുത്തറിയാവുന്നവർക്കറിയാം. അപ്പോൾ രാജീവേട്ടൻ എന്നെ വിളിച്ചു. രാജീവേട്ടൻ്റെ ഫോൺ ഏതവസ്ഥയിലും എടുക്കും, ജീവനുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പോൾ രാജീവേട്ടനെ വിളിച്ചു. രാജേട്ടൻ പറഞ്ഞു, നീ എന്താ ഫോൺ എടുക്കാത്ത, നിന്നെ കുറേ നേരമായിട്ട് ആ വേണുസാറ് കുറേ ദിവസങ്ങളായിട്ട് വിളിക്കണ്ടല്ലോ, പല ആൾക്കാരും നിന്നെ വിളിച്ചു, ഒരു സിനിമയുടെ ആവശ്യത്തിനാണ്, എന്താ സിനിമയിൽ അഭിനയിക്കാനുള്ളത്, എന്താണെന്നൊക്കെ ചോദിച്ച് ഒന്ന് ചീത്ത പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ഇതായി. അപ്പോൾ സോറി രാജീവേട്ടൻ, ഞാനിപ്പോൾ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വേണുസാർ നമ്പർ രാജീവേട്ടൻ ഇട്ട് തന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചു. താനെന്നല്ലോ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നങ്ങനെ നമുക്കൊരു പടത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സാറിനെ മീറ്റ് ചെയ്യുന്നു, കാർബണിൻ്റെ കാര്യങ്ങൾ പറയുന്നു. സാറ് ഒരിക്കൽ എൻ്റെ ഫ്ലാറ്റിൽ വരുന്നു. ഫ്ലാറ്റിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ അത് സിനിമ ഷൂട്ടിന് മുമ്പല്ല കേട്ടോ, ഏകദേശം ഷൂട്ട് കഴിഞ്ഞിട്ടോ ഷൂട്ടിൻ്റെ ഇടയ്ക്കോ എപ്പോഴോ വന്നപ്പോഴാണ്. സാർ അത്രയും ഫ്രീ ആണ്, അത്രയും പാവം, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. പുറമേ കാണുന്ന ചൂടനും ബഹളക്കാരനും ഒന്നുമല്ല വേണു സാറ്. നമ്മുടെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റാണ്. വർക്ക് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റാണ്. ഈ പറഞ്ഞ ഉടായ്പ കാണിച്ച് കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവും, ചീത്തയൊക്കെ പറയും. പക്ഷേ ആക്ടേഴ്സിനൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ അഭിനയിക്കാൻ അനുവദിക്കുന്ന, നമ്മളോട് ഈ രാജീവേട്ടനൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നൊക്കെ ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ നമ്മളെ അനുവദിക്കുന്ന ഒരാളാണ്. അങ്ങനെ കാർബണിൽ സ്റ്റാലിൻ എന്ന് പറയുന്നൊരു കഥാപാത്രം വരുന്നു. ഫഹദ് ഫാസിലാണ് നായകൻ. കമ്മട്ടിപ്പാടത്തിന് എനിക്ക് അവാർഡ് ആ സമയത്ത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ബാലതാരമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ചേതനാണ്.
പൈപ്പിലുള്ള ചേതൻ എന്ന് പറയുന്ന പയ്യനാണ് ഗപ്പിയിൽ അഭിനയിച്ച. അപ്പോൾ ചേതനുണ്ട് ഇതിൽ, പിന്നെ മമത മോഹൻദാസ്. ആ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു ബന്ധം മമ്മൂസാണ്. മമതാജി ഭയങ്കര മനുഷ്യത്തിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ മമതാജി എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. കാർബൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. വേണു സാറും പിന്നെ അതേപോലെ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞ പോലെ കുറേ ദിവസം കൂടെ ഒരുപാട് അടുക്കാനും ഒക്കെ പറ്റിയൊരു സിനിമയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. അതായത് ഞങ്ങളൊരു ജീപ്പിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡയലോഗാണ്. അപ്പം ഞാൻ ആ സമയത്ത് നിന്നിട്ട് അത് ഇന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം നിർത്തും, അവിടെ എൻ്റെ ഡയലോഗ് തുടങ്ങണം. അപ്പം ഞാനത് എൻ്റെ ഡയലോഗ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ഷോട്ട് എന്തോ കാര്യത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മണിയുടെ ഡയലോഗല്ലേ മനസ്സിൽ പറയണേ. അവൻ എങ്ങനെ മനസ്സിലായി? അല്ല അവൻ മനസ്സിലായി, മണി അത് വിട്ടിട്ട് ഞാൻ പറയണതൊന്ന് കേട്ട് നോക്കി. സോ നമ്മൾ നോർമലി അങ്ങനെയല്ലേ, ഞാൻ പറയുന്നത് മണി കേൾക്കുകയല്ലേ ചെയ്യണേ, അല്ലാതെ അടുത്തത് മണിക്ക് എന്ത് പറയാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ. ശരിയാണല്ലോ. നമ്മൾ കുറേ ക്ലാസ്സുകൾ അവിടെ ഇവിടെയൊക്കെ എടുക്കാനും പോയിട്ടുണ്ട്, ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നു, ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ഇതൊരു ബേസിക് കാര്യമാണല്ലോ. ഇതെന്താ നമ്മൾ വിട്ടുപോയേ? ഇത് ഞാൻ പഠിക്കാഞ്ഞ എന്താണ്? ഇത് പലപ്പോഴും എൻ്റെ പല അധ്യാപകരും പറഞ്ഞു പോയിട്ടുള്ള, ലെനിൻ സാറിൻ്റെ ക്ലാസ്സിലും ഉണ്ണിച്ചാറിൻ്റെ ക്ലാസ്സിലൊക്കെ ഇതുണ്ട്, കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്കതിൻ്റെ കറക്റ്റായ അർത്ഥം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കേണ്ട രീതിയിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് അപ്പോൾ ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ ആ മനസ്സിലാക്കൽ കുറവാണ്. നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡയലോഗിൽ എന്താ പറയുക, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണ് പറയുന്നത് അതിന് യഥാർത്ഥമായിട്ടുള്ളൊരു റിയാക്ഷൻ കൊടുക്കുക, അത് തന്നെ വന്നോളും എന്നുള്ളൊരു, അതായത് നമ്മൾ പഠിക്കണം, മനപ്പാടമാക്കണം. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഭയങ്കര സൗഹൃദമായിട്ടുള്ള കാടായിരുന്നു, മൊത്തം കാടായിരുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കാടുകളൊക്കെ കാണാൻ കഴിഞ്ഞു. ഈ കാർബൺ സിനിമ ചിത്രീകരണം നടക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങേണ്ട ഒരു സമയം. അങ്ങനെ ഡേവിസ് ഉണ്ട് ആ സമയത്ത്, ഡേവിസാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ കൂട്ടുകാരെ വിളിച്ച് പോകുന്ന കാര്യമൊക്കെ അറേഞ്ച് ചെയ്തു. അവരൊരു വണ്ടിയിൽ അവർ വരുന്നുണ്ട്, ചന്തുവും ജസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ എൻ്റെ ഗ്യാങ്, ജിജോ, അവരൊരു ഗ്യാങ്. അപ്പോൾ അമ്മയും ചേട്ടനും അവരെ കൊണ്ടുവരാനായിട്ട് ജയൻ ചേട്ടൻ അങ്ങനെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നു, തലശ്ശേരിക്ക് പോകുന്നു. അമ്മയും ചേട്ടനും ചിറ്റയും ഒരു കാറ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഈ ജയൻ ചേട്ടൻ, നമ്മുടെ ഹോസ്റ്റൽ നടത്തുന്ന ജയൻ ചേട്ടൻ, അവരെ കൊണ്ടുവരാമെന്ന് ഏറ്റു. ഞങ്ങളിവിടുന്ന് പോയി നമുക്ക് റൂം വന്നു. അമ്മയൊക്കെ റൂമിൽ വന്നേക്കാം. അമ്മയും ചിറ്റയുണ്ട്, ഗണേശനുണ്ട്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. തലശ്ശേരിയിൽ വെച്ചിട്ട് ഈ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് തലശ്ശേരിയിൽ, നമ്മുടെ സഹാക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മുടെ സഖാവ് പുഷ്പനെ കാണാനായിട്ട് പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അവിടെ എപ്പോഴും ആളുണ്ട്, എന്താ പറയുക, എപ്പോഴും സഹാക്കൾ കൂടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ കണ്ടു. അവിടെ നിന്ന് വന്ന് റൂമിൽ വന്നു. അപ്പോൾ അമ്മയൊക്കെ വന്നു, ഈ കൂട്ടുകാരൊക്കെ വന്നു. നേരെ അവിടെ പോകാനുള്ള പാസ്സൊക്കെ റെഡിയാക്കി അമ്മയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ആയി. അമ്മയ്ക്കും ചേട്ടൻ എല്ലാവർക്കും വലിയ സന്തോഷമായി. അവാർഡ് വാങ്ങുന്നു, കയറി കൈയടിക്കടാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്, കയറുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഒരു സിഗ്നേച്ചർ വേണമല്ലോ, നമ്മുടെ ഒരു പെർഫോമൻസ് വേണമല്ലോ. അപ്പോൾ ആദ്യം വിളിക്കുന്നത് അജിത്തേട്ടൻ്റെ അവാർഡാണ്. അപ്പോൾ എനിക്ക് ആകെ കയ്യിൽ നിന്ന് പോയി. അത് വാങ്ങിക്കാൻ അജിത്തേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു ഇത് പോയല്ലോ, നമ്മളെ കാണുകയല്ലേ ആളുകൾ, നമുക്ക് കിട്ടേണ്ട ഒരു കയ്യടി അവിടെ കുറയാണല്ലോ. ചെറിയൊരു സങ്കടം വന്നു. സങ്കടമല്ല, എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഫോക്കസ് കുറയോ എന്നൊക്കെ ഉള്ളൊരു ആലോചന.
അങ്ങനെ അജിത് ചേട്ടൻ്റെ അവാർഡ് പോയി വാങ്ങിച്ചു. വലിയ പെർഫോമൻസ് ഇല്ലാതെ വാങ്ങിച്ച് നേരെ ഇറങ്ങി വന്നു. അടുത്തത് എൻ്റെ അവാർഡിന് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് സ്വഭാവ നടനുള്ള അവാർഡ്. അപ്പോൾ എന്നെക്കുറിച്ചുള്ളൊരു വിഷ്വൽ പുറകിൽ ഓടുന്നുണ്ട്. ഞാൻ നേരെ കയറി നേരെ തിരിഞ്ഞ് ഈ ഓഡിയൻസിന് മുമ്പിൽ ഓഡിയൻസിനോട് കൈയടിക്കടാന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. പുറകിൽ മുഖ്യമന്ത്രിയാണ്, മറ്റു മന്ത്രിമാരുണ്ട്, കമൽ സാറുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും അതായത് അത്തരം വേദിക്ക് ചില പ്രോട്ടോക്കോളുകളുണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സങ്ങ് തുറന്ന് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. കൈയടിക്കട എന്ന് പറഞ്ഞു. പിന്നീട് അത് ടി വിയിൽ കാണുമ്പോൾ ആ പുറകിലെ വിഷ്വലും ഞാൻ ഫ്രണ്ടിൽ നിന്ന് പറയുന്ന ഒരേ ടൈമിംഗ് ആയിരുന്നു. അത് വേറെ ആർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ അത് എല്ലാവരും അതിനെ ആ രീതിയിൽ തന്നെ കണ്ടു. അത് മുഖ്യമന്ത്രിക്കാണെങ്കിലും മറ്റ് ആർക്കും അതൊരു അരോചകമായി മാറിയില്ല. ഭാഗ്യം കൊണ്ട് അവാർഡ് വാങ്ങി നേരെ അമ്മയുടെ കയ്യിൽ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു. അമ്മ ഈ ഇങ്ങനെ നിരന്ന് മന്ത്രിമാരും വലിയ വലിയ ആളുകൾ ഇരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് എന്താ പറയുക, വലിയ ആളുകളെ കണ്ടിട്ട് പേടിയും സന്തോഷവും സങ്കടമൊക്കെ വന്നിട്ട് എല്ലാവരുടെയും കാലിൽ ഇങ്ങനെ തൊട്ട് തരുന്നത്. അപ്പം ഞാനിങ്ങനെ പിടിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ നിരത്തി പിടിച്ച് കാലിൽ വീണുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ അതിൻ്റെ ആവശ്യമില്ല, കുഴപ്പമില്ല, ബാ എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കുന്നുണ്ട്. അത്രയും എന്താ പറയുക, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. ഭയങ്കര പാവൊരമ്മ. അങ്ങനെ അമ്മയ്ക്ക് അവാർഡ് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ കഴിഞ്ഞത് ഭയങ്കര പ്രൗഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് ആ വേദിയിൽ നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. വിനായകൻ ചേട്ടൻ്റെ അമ്മയെ വേദിയിലേക്ക് വിളിക്കുകയും വിനായകൻ ചേട്ടൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് അവിടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഈ സന്തോഷം കാണാൻ വന്ന കൂട്ടുകാരുടെ കൂടെ അവർക്ക് സ്റ്റേറ്റ് അവാർഡ് അവർ കയ്യിൽ പിടിക്കുകയും ഫോട്ടോ എടുക്കലും. അപ്പോൾ അമ്മയും ചേട്ടനൊക്കെ എൻ്റെ മുറിയിലിരിക്കുന്നു. ഇവിടെ വേറൊരു മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മദ്യമൊക്കെ കൊണ്ടുവന്ന് അടിച്ച് ഫീറ്റായി കയ്യിൽ നിന്ന് നമ്മുടെ സ്ഥിരം ക്യാരക്ടർ പുറത്ത് വന്നു. അമ്മയും ചേട്ടനൊക്കെ എങ്ങനെയോ അവർ കൊണ്ടാക്കി. എനിക്ക് അന്ന് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയെ ആ വലിയ വേദിയിൽ കയറ്റി നിർത്തി, ഇതാണ് എൻ്റെ അമ്മ, ഈ അമ്മ കാരണമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ഒരു വലിയൊരു ചാൻസായിരുന്നു അത്. കഴിഞ്ഞ 2025 ചിങ്ങമാസം 1 തീയതിക്ക് മുമ്പ് വരെ മനസ്സിൻ്റെ ഒരു കോൺഫിഡൻസ് അടുത്ത അവാർഡ് വാങ്ങിക്കുമ്പോൾ അമ്മയുടെ കൈ കൊടുത്ത് അമ്മയെ വേദിയിൽ നിർത്തി വർത്തമാനം പറയിക്കാം, എല്ലാ തെറ്റുകൾക്കും ആ വേദിയിൽ വെച്ച് തന്നെ മാപ്പ് ചോദിക്കാം, അമ്മയെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താം എന്നൊക്കെ കരുതി. പക്ഷെ അമ്മ അതിന് നിന്നില്ല. അമ്മ ചിങ്ങമാസം 1 തീയതി അമ്മ പോയി മരണപ്പെട്ടു. ഞാൻ പതുക്കെ ആ ട്രീറ്റ്മെൻറ്റിന് വിധേയനായി. എൻ്റെ കൺമുന്നിൽ ഞാൻ ചെയ്തു കൂട്ടിയ സകല തെമ്മാടിത്തരവും കള്ളത്തരവും നുണയും നൊണ്ണാച്ചിയും നല്ലതും ചീത്തയും എൻ്റെ ആർത്തിയും എൻ്റെ മോഷണവും എൻ്റെ കാമവും സകലതും ഞാൻ വീണ്ടും കാണുക. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അറയ്ക്കുന്നു, ചില സ്ഥലങ്ങളിൽ വിങ്ങിപ്പൊട്ടും, ചില സ്ഥലങ്ങളിൽ ദേഷ്യം വരുന്നു. അവിടെ ഇരുന്ന് എല്ലാ വികാരങ്ങളും പ്രകടിപ്പിച്ചു.